സംവിധായകൻ VM വിനു സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. ഇംതിയാസ് കാര്യം വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇംതിയാസ്, സ്ഥിരീകരിക്കാമോ? മധുസജി, കോഴിക്കോട്ടെ DCC ഓഫീസിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവരം കൂടെ പുറത്തു വരുന്നത്. രമേശ് ചെന്നിത്തല ജില്ലയിലുണ്ട്. രമേശ് ചെന്നിത്തല VM വിനുവിനെ ഫോണിൽ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ സംവിധായകൻ VM വിനു മത്സരിച്ചേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ, കോൺഗ്രസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളടക്കം പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് പക്ഷേ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഒരുപക്ഷെ പ്രഖ്യാപിക്കണമെന്നില്ല. കുറച്ച് സ്ഥാനാർത്ഥികളെ മാത്രമായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക. അതിലൊരു പക്ഷേ VM വിനുവിന്റെ പേരുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതായത് രമേശ് ചെന്നിത്തല ജില്ലയിൽ എത്തുകയും VM വിനുവിനെ ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്നതാണ്. എന്നാൽ VM വിനു എന്തു പറഞ്ഞു എന്ന കാര്യത്തിലാണ് നമുക്കൊരു എന്ത് കാര്യം പറഞ്ഞു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയാത്തൊരു കാര്യം. പക്ഷേ VM വിനു സ്ഥാനാർത്ഥിയാകുമെന്ന് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വലിയ വിജയം നേടിയാൽ മാത്രമേ ഒരുപക്ഷെ UDF ഇത്തവണ കോർപ്പറേഷനിൽ ഒരു CPM-നെ മറികടന്നെത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ VM വിനു അടക്കമുള്ള പ്രധാനപ്പെട്ട സംവിധായകരെ അടക്കം കളത്തിലിറക്കി തെരഞ്ഞെടുപ്പിൽ CPM-നെ തകർക്കാനാണ് UDF-ന്റെ നീക്കം. അങ്ങനെ തന്നെ വേണം കരുതാൻ. ഒരുപക്ഷെ VM വിനു അടക്കമുള്ളവരുടെ ഭാഗത്ത് എന്തുകൊണ്ട് VM വിനു അതായത് പ്രധാനപ്പെട്ട മുഖങ്ങളെ, അതായത് തീർച്ചയായിട്ടും കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ CPM-ന്റെ CPM എക്കാലവും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ CPM-ന്റെ അപ്രമാദിത്യം അത്രയും വലുതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് കുറെ കൂടി അറിയുന്ന, ജനപ്രീതി ഉണ്ടാക്കുന്ന തരത്തിൽ സംവിധായകരടക്കമുള്ളവരെ രംഗത്തിറക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ തന്ത്രം. പക്ഷെ അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ഈ ഭരണസമിതിയിലൊക്കെ പ്രതിപക്ഷത്തിൽ നിന്ന് വലിയ രീതിയിൽ കോൺഗ്രസിനെ തന്നെ നയിച്ച, കോർപ്പറേഷൻ യോഗങ്ങളടക്കം കോൺഗ്രസിനെ തന്നെ നയിച്ച ശോഭിത അടക്കമുള്ളവർ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ നോക്കുന്ന ഒരു പക്ഷേ ഈ പ്രധാനപ്പെട്ട മുഖങ്ങളെ, ആളുകൾക്ക് കുറെ കൂടെ പരിചിതമായ, അതല്ലെങ്കിൽ അത്രത്തോളം ആളുകൾക്ക് വികാരമുണ്ടാക്കുന്ന ആളുകളെ രംഗത്തിറക്കി മത്സരരംഗത്തേക്ക്, മേയർ സ്ഥാനാർത്ഥി അടക്കമുള്ള രംഗത്തേക്ക് ഇറക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന്, ഇപ്പൊ CPM-ൽ നേരത്തെ മുസ്താഫർ അഹമ്മദ് ഉണ്ട്, അങ്ങനെയുള്ള CPM-ലും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ CPM-നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ VM വിനുവിനെ മേയർ സ്ഥാനാർത്ഥി അടക്കമുള്ള രംഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് കോൺഗ്രസിന് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തായാലും VM വിനു സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു ചർച്ചയാണ്, എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ശരി, കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി VM വിനു ഉണ്ടാകും എന്നുള്ള വിവരങ്ങളിലേക്ക് ഏറെക്കുറെ ആധികാരികമായി തന്നെ എത്താൻ കഴിയും എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഈ പറയുന്ന വാർത്താ സമ്മേളനവും പ്രഖ്യാപനവും ഒക്കെ ഉണ്ടാകും.